ഗൈസ് വെൽക്കം ബാക്ക് ടു PK കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവാടാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മൾ നല്ലൊരു ഐശ്വര്യമുള്ളൊരു വീഡിയോ ഇടാൻ പോണത്. വേറെ ഒന്നല്ല, നമ്മുടെ കാറ് ഇത്ര ദിവസമായിട്ട് നമ്മളൊരു 1 വീക്കായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വേറെ ഒന്നല്ല, നല്ലൊരു ദിവസം നോക്കിയിട്ട് പിന്നെ എല്ലാവരും കൂടി ഉള്ളൊരു ദിവസമൊക്കെ നോക്കിയിട്ട് പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചേച്ചി വീട്ടിൽ പോയി. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ കറക്റ്റായിട്ടിന് കാലത്ത് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. അതായത് പണി വന്നിട്ട് ചേട്ടൻ പണിക്ക് പോയിട്ടുണ്ട്. പാറുക്കുട്ടനാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് പാറുമോളും ഇന്ന് ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. വാവാ സൺഡേ ആയിരിക്കും എല്ലാവരും കൂടുതൽ ഒരുമിച്ചുള്ള ദിവസം. പാറിന് കിട്ടണമെങ്കിൽ ശനി ഞായർ എടുക്കണം. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾക്ക് വേറെ എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആണെങ്കിൽ ചേച്ചി വീട്ടിൽ പോയി. അങ്ങനെ കുറച്ച് ലാഗായി. അപ്പോൾ ഇനി എന്തായാലും നീട്ടിക്കൊണ്ടാണെന്ന് വിചാരിച്ചു. കാരണം കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ എന്തായാലും പൂജിച്ചിട്ട് എവിടേക്ക് നമ്മൾ എടുക്കാമല്ലോ. പൂജിക്കാതെ എടുക്കുമ്പോൾ നമുക്കതൊരു വിശ്വാസമല്ല. എല്ലാവർക്കും അത് വിശ്വാസമാവണമെന്നില്ല. നമ്മളെന്തായാലും പൂജിക്കാൻ പോണ്. നമ്മൾ പണിക്കാട്ടുള്ള അമ്പലത്തിലേക്കാണ്. അപ്പോൾ പാറുട്ട ഞങ്ങൾ നമ്മുടെ വണ്ടി പൂജിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ബായ് പറയും. അപ്പോഴത്തേക്ക് വരും. പറഞ്ഞിട്ട് പോവാട്ടെ. നമുക്ക് ടാറ്റ എടുത്ത് സ്കൂളിൽ പോകണമെന്ന് പറയും. ബായ്. അച്ഛൻ്റെ ഞങ്ങൾ പോകുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. പഴമുണ്ട്, എണ്ണയുണ്ട്, ചന്ദനത്തിരി ഉണ്ട്, പിന്നെ നാരങ്ങയുണ്ട്. ചക്രത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് ചവിട്ടി അരച്ചിട്ട് വേണ്ടേ നമുക്ക് എല്ലാവിധ ദോഷങ്ങളും മാറിയിട്ട് പോകാൻ. അപ്പോൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഒരു 8:30 ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിട്ട് എടുത്തത്. വേണമെങ്കിൽ ലിങ്ക് ഇടാം. എന്നെപ്പോലത്തെ കേളി ഹെയർസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞായിട്ട് നമ്മുടെ അഗാരോൻ്റെ ഹെയർ സ്ട്രൈറ്റ്നർ കോമ്പാണ്. 45 വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ആണ്. ഇത് ഭയങ്കര കംഫർട്ടബിളും ലൈറ്റ് വെയിറ്റും കൂടിയാണ് കേട്ടോ. കേളി ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഹെയർ സ്ട്രൈറ്റൻ ഇത് ബെസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഫ്രിസ് ഹെയർ ഉള്ളവർക്കും ഹെയർ നന്നായിട്ട് സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ട്ടാ. ഇതിൽ 5 ടെമ്പറേച്ചർ സെറ്റിംഗ് മോഡ് ഉണ്ട്. നമ്മുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത് പ്ലസ് ബട്ടണും ഉണ്ട്, മൈനസ് ബട്ടണും ഉണ്ട്. ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺസ് ആണ്. ഇത് സ്ട്രൈറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു ഹാൻഡ് കവർ ആട്ടോ. ഇതുള്ളത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. എൻ്റെ ഹെയർ ആണെങ്കിൽ അത്യാവശ്യം കേളിയാണ്, അതേപോലെ തന്നെ ഫ്രിസ് ഹെയർ ആട്ടോ. അപ്പം ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് 4-ലാണ്. അതിനെ പവർ ബട്ടൺ ഓൺ ചെയ്തു. അപ്പോൾ ഒരു ബ്ലൂ കളർ വരും. അതിനുശേഷം നമുക്ക് ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങാം. സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെക്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓൾറെഡി കോലമുടി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരാണെങ്കിൽ അധികം ഹീറ്റ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ഹീറ്റിൽ ചെയ്താൽ മതി. എൻ്റെ മുടി ഇപ്പോൾ കേളി ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ 4 അല്ലെങ്കിൽ 5 മോഡ് ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു ഹാൻഡ് കവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ കുറേ പ്രാവശ്യം നമുക്ക് മുടിമേനെ പിടിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഹീറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അത് എന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഈ ഒരു സെക്ഷനത്തെ എല്ലാ ഹെയർ ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഹാൻഡ് കവർ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഈ ഒരു സൈഡ് ഹെയറും അപ്പുറത്തെ സൈഡ് ഹെയറും എന്തോ ഡിഫറൻസ് ആണെന്ന് നോക്കിയാൽ അത് മറ്റേ പഫായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഹെയറും കൂടിയും സ്ട്രെയിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. എങ്ങനെയെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടായിരുന്നെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ കോമ്പ് യൂസ് ചെയ്യാം കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2 സെക്ഷനിലത്തെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഹെയർ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി. നല്ലൊരു സ്ട്രെയിറ്റ്നറാണ്. നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ ഈസിയും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സിൻസിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഇവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റ് എന്തായാലും വാങ്ങിച്ചൊന്ന് കൈവച്ചു. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് വാങ്ങിച്ചു നോക്കാം കേട്ടോ. ഹായ് പറഞ്ഞേ ബില്ലി. നമ്മുടെ ഐനൂസിൻ്റെ മാസ്റ്റർ പീസ് സൗണ്ട് ആട്ടത്. അവൻ എന്തെങ്കിലും ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു സുഖമില്ല അതൊക്കെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പം എന്തായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന സൗണ്ടാണത്. അപ്പോൾ ധ്യാൻ ചോദിച്ചൊരു പുതിയ ടോപ്പാണിത്. അതിട്ടിട്ട് ചെറിയൊരു ഫാഷൻ ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാർ അപ്പുറത്തെ പറമ്പിലാണ് ഇട്ടിട്ടുള്ളത്. കാരണം നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ടിട്ട്, കാരണം വല്ല ആവശ്യത്തിന് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി കൂടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അമ്മ ഇന്ന് സെറ്റും മുണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് സെറ്റും മുണ്ടൊന്നും എടുക്കാനുള്ളൊരു നേരം കിട്ടിയില്ല.
കാശുകുട്ടാ മറ്റെടുക്കാൻ കഴിക്കാൻ ഐനൂസും കാഴ്ചക്കുട്ടനും ഞങ്ങളെടുത്താണ് ഇരിക്കുന്നത്. അല്ലുകുട്ടനാണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്തത്തെ ഫ്രണ്ട് സീറ്റിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് സീറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയൊരു സീറ്റ് പോലെ ഉണ്ട്, കുട്ടി സീറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ ഇരിക്കാൻ കാഴ്ചക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കയറി സർക്കസ് കളിക്കുന്നത്. പക്ഷെ അത് സേഫ് അല്ല. ഫ്രണ്ടിലേക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്കെല്ലാ പിള്ളേർ വീഴും. അതുകൊണ്ട് ഞങ്ങൾ അവനൊരു കയ്യിൽ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാലം അമ്മ പിടിച്ചിട്ടുണ്ട്, ഒരു കൈമ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഭയങ്കര നല്ല മൂഡിലാണ് ഇരിക്കുന്നത് കാഴ്ചക്കുട്ടൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:50 തോന്നുന്നുണ്ട്. അപ്പോൾ ചേട്ടനില്ല, ചേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിനും പോവാം. പിന്നെ ചേട്ടൻ ആ സമയത്ത് പണിയുണ്ട്. അപ്പോൾ പിന്നെ പണി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇത് നീട്ടിക്കൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചത്തോളേറെയായി. അപ്പോൾ അതെന്തായാലും അത് പൂജിക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കട്ടെ. ശാന്തി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശാന്തി ഇപ്പോൾ ഉള്ളിൽ ഒരു പൂജയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ വണ്ടി പൂജിക്കും. ഇവിടെ ഇരിക്കാം മോനെന്ന് വെച്ചാൽ ഉള്ളിൽ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ പിള്ളേരാണെങ്കിലും ഭയങ്കര നല്ല ഡീസൻറ്റ് പിള്ളേരായിട്ട് കസാരയിലൊക്കെ കയറിക്കുക. എന്താണാവോ ഞങ്ങളിങ്ങനെ പറയുന്നത് എന്ത് പറ്റി, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കാറി അല്ലെങ്കിൽ വേഷം കെട്ടൊക്കെ എടുത്ത് നടക്കണം. എന്തോ തോന്നിയിട്ട് ഒരാൾ ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർ ഇരിക്കും. ഒരാൾ സൗണ്ട് ഉണ്ടാക്കിയാൽ മതി, ബാക്കിയുള്ളവർ സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെയാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു അതിനെ പിന്നാലെ പിടിച്ചിട്ട്. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ല എന്താ പറയുക, ഡ്രസ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യം, വീഡിയോസിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള അതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വല്ല സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ രണ്ടാളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിണ്ടിയും പറഞ്ഞും ആണ് ഞങ്ങളെ ഒരു ദിവസം കടന്നു പോവുക. കാരണം ഞങ്ങൾക്ക് കുറേ സംസാരിക്കാനുണ്ടാവും. ഒരു ചെറിയ കാര്യം മതി, അതുമ്മ തുടങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കും. അഞ്ചിനോട് രാത്രിയൊക്കെ എന്തെങ്കിലും വീഡിയോസ് കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും ഓർമ്മ വരാണെങ്കിൽ പിറ്റേ ദിവസം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിടും, ഒരു സംഭവം ഇട്ടിട്ടാ നാളെ പറയട്ടെന്നൊക്കെ പറഞ്ഞിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളെ കെട്ടിയവന്മാരെക്കാളും കൂടുതൽ ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത് തോന്നുന്നു. കാരണം എന്ത് വിഷയം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാന അവിടുത്തെ പ്രതിഷ്ഠ ഭഗവതിയാണ്. പിന്നെ കുറേ ദൈവങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലായിട്ടും പുറത്തൊക്കെ ആയിട്ടും. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പോയി തൊഴണം. അല്ലൂസിനെ അനൂസിനെയും കാശിനെയും നമ്മൾ ഡ്രസ്സ്, അതായത് ഷർട്ടും ടീഷർട്ടും ഇടിപ്പിച്ചിട്ടായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ആൻറ്റി പറഞ്ഞു ആൺപിള്ളേരല്ലേ, എന്തായാലും ഷർട്ടായാലും ടീഷർട്ടായാലും ഉരിച്ചോളാം. അപ്പോൾ ഇങ്ങനെ അവർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവരവിടെ ഭയങ്കര എന്താ പറയുക, ടൂർ വന്ന പോലെ. ഇവർ 3 പേരായിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവർ ഭയങ്കര എന്താ പറയുക അർമാദാണ്. ഇവർക്കൊരു ബോറടില്ല. കാരണം ഒരാളല്ലല്ലോ, 3 പേരുണ്ട്. പക്ഷേ കാശി മാത്രമാണ്, കാശിക്ക് ബോറടിക്കുന്നുണ്ട്. അല്ലും അതിനും ഇല്ലാണ്ട് അതെന്നോട് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അഞ്ചു ചേച്ചിയാലും അമ്മയാലും പറയുമ്പോൾ ഭയങ്കര ബോറടിച്ച് ജാതിയായിട്ടൊക്കെ ഇരിക്കുന്നു. കുറേ നേരം അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാം. കുറേ പേര് പൂവ് കിട്ടുന്നുണ്ട്, 2-3 ചേച്ചിമാർ പൂവ് കിട്ടുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇവിടെ എന്താ പറയുക, ഷർട്ട് ഇട്ടാണ്ട് ഇങ്ങനെ നടക്കുന്ന ഓടിച്ചാടി നടന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാക്കായിരുന്നു. ഞങ്ങൾ കുറേ നേരം പിടിച്ചു വയ്ക്കാൻ നോക്കി. പക്ഷേങ്കിൽ ഒരാൾ പോകുമ്പോഴും മറ്റേൻ്റെ പിന്നാലായിട്ട് മറ്റാൾ പോയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ടാ. കാരണം ഞങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചീത്തയൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട്. അവിടെയാണെങ്കിൽ ചന്ദനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തൊട്ട് കൊടുത്തു. അങ്ങനെ ദേവീനെ നന്നായിട്ട് തൊഴുതു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരബദ്ധം വരരുതേ, വീട്ടിലെല്ലാവർക്കും നല്ല വരുത്തണേ. അത് ഫിക്സ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക പ്രാർത്ഥന കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പേഴ്സണലാണ്. ഇപ്പോൾ ഇത് പിള്ളേരെ കൊണ്ട് മറ്റേ ദീപം, ഇതിനെന്താ പറയുക, ആരതി കുഴിഞ്ഞ് പിള്ളേരെല്ലാ ദോഷങ്ങളും മാറണമെന്നൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പ്രസാദം വാങ്ങിക്കാൻ നിൽക്കണം. ഇവിടെ വെയിറ്റിംഗ് ആട്ടോ പ്രസാദം കഴിക്കാൻ വേണ്ടി. കാരണം വിഷം തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല.
അതിന് ചുമപ്പ് വേണം. അതിനോട് ശല്യനോട് കിട്ടും. അല്ല കാണിക്കും, വെറുതെ കാണിക്കും. പ്രസാദം കൊണ്ടുവന്ന് ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. അതേ പിള്ളേർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം ആർക്കും വേണ്ട, അവിലും മലരും മതി എന്നിട്ട് അവിലും മലരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവന്മാർ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. കാരണം പുറത്ത് കുറച്ച് പ്രസാദം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചന്ദനങ്ങളുണ്ടായിരുന്നു ഗണപതി ഹോമത്തിൻ്റെ, പിന്നെ മഞ്ഞ ചോപ്പൊക്കെ ആയിട്ട് അതൊക്കെ ഫുള്ള് നെറ്റിയിൽ വാരി തേക്കരുത്. ഇവർക്കിപ്പോൾ ഭയങ്കര ക്രേസാണ് ചന്ദനം തൊടാന്നുള്ളത്. അത് അച്ചാച്ചനും വല്യമ്മയും കൂടി പഠിപ്പിച്ചതാണ്. ചന്ദനം തൊടാണ്ട് ഉരുത്തിക്കും പോല. അതിനൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. ചന്ദനം അവിടെ തന്നെ ഇല്ലേ, തൊട്ട് നോക്കും, എന്നിട്ട് അവൻ തന്നെ പരത്തും. പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് അത് കണ്ടില്ലെങ്കിൽ വീണ്ടും തൊട്ടരാൻ പറയും. മീൻസ് അവൻ ചന്ദനം തൊട്ടിട്ടുണ്ടെങ്കിൽ കണ്ണാടി അടക്കം വെക്കില്ല, പരക്കുന്ന് പറഞ്ഞിട്ട് അത്രയധികം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് ഈശ്വര വലുതാവുമ്പോൾ ഇങ്ങനെ തന്നെയാണോ എന്ന്. ഇനി നമുക്ക് നേരെ നമ്മുടെ വാഹന പൂജയിലേക്ക് നടക്കാം. അപ്പോൾ അതേ ഐശ്വര്യമായിട്ട് അച്ഛൻ ചെറുനാരങ്ങ കൊണ്ട് ടയറിൻ്റെ അടിയിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ശരിയായ ഐതിഹ്യം എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത് എല്ലാവിധ കണ്ണേറ് ദോഷങ്ങളൊക്കെ ചെറുനാരങ്ങ കയറി പോകുമ്പോൾ അതൊക്കെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇതേപോലെ നാരങ്ങ കുഴിഞ്ഞ് ഉടയ്ക്കും, കാല് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി, എന്നിട്ട് നമ്മൾ ദൂരത്തേക്ക് വലിച്ചെറിയും. കാരണം ദോഷം അല്ലെങ്കിൽ കരിങ്കണ്ണൊക്കെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് അമ്മമ്മൊക്കെ പറയാറ്, ദോഷമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മൾ മിളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് കത്തിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണല്ലോ. എനിക്ക് ചെറുതായിട്ടൊക്കെ വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു വാശിയിലും ഇതിലൊക്കെ കുറവ് വരാറുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ ഭയങ്കര വാശിയായിരിക്കും, അറിയില്ല. ചിലപ്പോൾ നമുക്കത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള വിശ്വാസങ്ങളാണ്. ശാന്തി ഇപ്പം എന്തായാലും പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു, തല പൊട്ടിത്തെറിക്കുന്ന വെയിലായിരുന്നു. പിള്ളേരാണെങ്കിൽ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ പറമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണിൻ്റെ കൂനകളുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കാശുകൂട്ടം ചാടി കളിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വണ്ടിയുടെ ഉള്ളിലൊക്കെ ചന്ദനം തേച്ചിട്ടുണ്ട് സ്റ്റിയറിങ്ങിൽ. പിന്നെ ഈ മാല കെട്ടിട്ടോളാൻ വേണ്ടിയിട്ട് അപ്പം നികച്ചേട്ടൻ ഈ മാല കെട്ടിടാൻ പോവാണ്. ഭയങ്കര സന്തോഷം. എന്താ പറയുക, നമ്മുടെ ഒരു ഭാഗമാവാൻ പോവാണ് ഈ വണ്ടിയും. ചെറിയ വണ്ടി നമ്മുടെ ഭാഗമായി കഴിഞ്ഞു, നമ്മളിൽ ഒരാളാണ്. ഇപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ ആ വണ്ടി 1-2 യാത്ര ഞങ്ങൾ ഈ വണ്ടിയിൽ എല്ലാവരും കൂടി പോയിട്ടാണ്. അപ്പോൾ ആ വണ്ടി എടുക്കാണ്ട് ഇപ്പോൾ ഒരു വിഷമം. കാരണം അതിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. എല്ലാവരും കൂടി അടുപ്പിച്ച് തിരിക്കൊക്കെ അല്ല ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ പോയി സെറ്റ് ആവും. പക്ഷെ മറ്റേലിരിക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് കയറ്റി വയ്ക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു. അതങ്ങനെയാണ് നമ്മളുടെ എന്തും ഫസ്റ്റത്തെ എന്തും നമുക്കൊരു സ്പെഷ്യലാണ്. അതേപോലെയാണ് ഞങ്ങളുടെ കാറിട്ടാ. ഞങ്ങളെല്ലാവരും അതിൽ ആ ഒരു പേര് പോയിരുന്നപ്പോഴും അതിലുള്ളിൽ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ക്ലോസായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇപ്പം ഇതിൽ ഭയങ്കര റിലാക്സാണ്. പിള്ളേർക്കിടയ്ക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. എന്താണ് ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഐശ്വര്യമായിട്ട് നിഖിൽ ചേട്ടൻ താക്കോൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിഷ്ണു ശാന്തിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. വിഷ്ണു ശാന്തിൻ്റെ എൻ്റെ ഇങ്ങനത്തെ അമ്പലങ്ങളിൽ പോയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു തുടക്കമാവട്ടെ, നല്ലൊരു എന്താ പറയുക ബിഗിനിങ് ആവട്ടെ എന്ന് ശാന്തിയും നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അത് ഐശ്വര്യമായിട്ട് നിഖിൽ ചേട്ടൻ ഇനി എന്താ ചെയ്യാൻ പക്ഷേ വണ്ടി എടുക്കണം. അതിന് മുന്നായിട്ടും നമ്മൾ നാളികേരം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടിയുടെ ചുറ്റും ഒഴിഞ്ഞിട്ട് അത് ഉടയ്ക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അടുത്തായിട്ട്. അപ്പോൾ ഇത് പ്രസാദം തന്നത് നേരെ വണ്ടിയുടെ ഉള്ളിൽ കൊണ്ടുവച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചന്ദനം ശാന്തി പറഞ്ഞു ഞാൻ വലുതാക്കി തൊടുന്നില്ല, എല്ലായിടത്തും തൊട്ടിട്ടുണ്ട് പക്ഷെ ചെറുതാക്കിയാണ് തൊടുന്നത്, വലുതാക്കി തൊടുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് വെള്ളയല്ലേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നാളികേരം ഒഴിഞ്ഞ് ഉടയ്ക്കണം. നിൽക്കണോ വേണ്ട.
അങ്ങനെ നമ്മുടെ വാഹന പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴി പിള്ളേർക്ക് നല്ല വിശപ്പുണ്ട്, പിള്ളേരെ അമ്മമാർക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നീച്ചാണ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് മസാല ദോശ വരച്ചിരുന്നു. അപ്പം രസമ്പരത്തുള്ളത് ആര്യാസിൽ കയറിയിട്ടുണ്ട്. കാശുക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. പക്ഷേ കാശുക്കുട്ടൻ എന്തെങ്കിലും കൊടുത്തിട്ട് ഉറക്കണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, ഉറക്കം പെട്ടെന്ന് എണീക്കും. നമ്മുടെ അല്ലൂസും പിന്നെ പറയണ്ടേ, എത്ര വലിയ വിശപ്പാണെങ്കിലും വാശി വിളിക്കും, അതല്ലാതെ വായി തുറക്കില്ല കേട്ടോ. അത് ഈ പിള്ളേരെ പ്രത്യേകമായൊരു സംഭവം. നമുക്കൊക്കെ വിശപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണമായാലും കഴിക്കില്ലേ? ഇവരങ്ങനെയല്ല, എനിക്കറിയില്ല, അറിയാൻ പാടില്ല. ഞാനിനി എന്താണ് അവർക്ക് വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ട് എനിക്കൊന്ന് സംതൃപ്തിയാവുക. മീൻസ് ഫിഷും ചിക്കൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ഒന്ന് കഴിക്കും. അത് മാത്രം കഴിക്കും. അതല്ലാതെ ഇവർ 2 വയസ്സായ കുട്ടികൾ അത്രയ്ക്കൊന്നും ഒരു ഫുഡ് കഴിക്കുന്നില്ല. അത് വേറെ എന്തെങ്കിലും ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടമല്ല. മിഠായി ഇഷ്ടമാണ്. പിന്നെ പിന്നെ ആപ്പിളിൽ ചെറിയൊരു കഷ്ണം കഴിക്കുന്നുണ്ട്, ചെറുത് ഒരു കഷ്ണം കഴിക്കും. അതല്ലാതെ തണ്ണിമത്തൻ കഴിച്ചോളും കേട്ടോ. വേറെ ഒരു സംഭവം ഇഷ്ടമല്ല. പരിപ്പ് പയർവർഗ്ഗങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ, വെജിറ്റബിൾസ് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സങ്കടം വരും ഇവരിതൊന്നും കഴിക്കാണ്ടാകുമ്പോൾ. എന്നും ഫിഷും ചിക്കനും. ഇവിടെ അമ്മയും അവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞിട്ടാവും പിള്ളേരെ അങ്ങനെ ആവാതിരിക്കും. കാരണം അച്ഛനും അമ്മ അങ്ങനെയല്ലേ. ഞാനായാലും നീൽച്ചേട്ടനായാലും വേറെ ഒന്നും അങ്ങനെ പച്ചക്കറികളിലൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പിന്നെയും പച്ചപ്പയറും അതേപോലെ തന്നെ ചീരയും ക്യാബേജും ഇഷ്ടമാണ്, വേറൊരു പച്ചക്കറി ഇഷ്ടമല്ല. പിന്നെ അതേപോലെ തന്നെ പരിപ്പ് പയർ വർഗ്ഗങ്ങളൊന്നും പയറും ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെയും പരിപ്പ് എപ്പോഴെങ്കിലും കുത്തിക്കാച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി പൂജ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നത് ചെയ്യണമെന്ന്. കാരണം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് എന്തായാലും പൂജ കഴിയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമാണ് ഞങ്ങൾക്ക് കിട്ടുമോ. അതെല്ലാവർക്കും വിശ്വാസമാണെന്ന് അറിയില്ല. നമുക്കൊരു ഇപ്പോൾ ധൈര്യപ്പെട്ട് നമുക്ക് എടുക്കാം. എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ചെറിയ കാർ തന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ആകെ ഒരു പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ 2 പ്രാവശ്യം ഹോണും സംഭവവും ശരിയാക്കാൻ വേണ്ടിയിട്ട് വലിയ വണ്ടിയുടെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലേറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോസിൽ പറയണ്ടായിരുന്നു കുറച്ച് കൊഞ്ചലൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഞാനിങ്ങനെയാണ് സംസാരിക്കുക, എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെയാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഈ ഒരു ടോണാണ്. കാരണം അതെൻ്റെ ക്യാരക്ടറാണ്, അതെനിക്കിനി മാറ്റാൻ പറ്റില്ല. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതോ. പിന്നെ നിങ്ങൾ വേറെ പല കാര്യങ്ങളും പറയുന്നതൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരേ സജഷൻസ് കുറേ പേര് പറയുമ്പോൾ പിള്ളേരുടെ കേസിലാണ്, നമ്മൾ വീടിൻ്റെ കേസിലാക്കിയാലും അതൊക്കെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിങ്ങനെയാണ്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോണ കേസാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് വരും. ഞാൻ ഗൈസ് അപ്പം അതിന് നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പറയാനേ ഉള്ളൂ. ഞാൻ ചേഞ്ച് ആവില്ല ആ ഒരു കാര്യത്തിൽ മാത്രം. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ, സീ യു.